അപ്പോൾ നമ്മൾ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് മെത്തേഡ് പറഞ്ഞു, പ്രൊജക്ഷൻ മെത്തേഡും പാരാമീറ്ററൈസേഷൻ മെത്തേഡും. പ്രൊജക്ഷൻ മെത്തേഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനെ 1, 1 on 2 ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ അറിയണം. പാരാമീറ്ററൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ ഇതിനെ സർഫസിനെ പാരാമീറ്ററൈസ് ചെയ്യാൻ അറിയണം. അപ്പോൾ പാരാമീറ്ററൈസ് ചെയ്ത് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. നമ്മൾ ഇതേ പ്രോബ്ലം തന്നെ പ്രൊജക്ഷൻ മെത്തേഡിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. നമുക്കിത് പാരാമീറ്ററൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ രണ്ട് ഫോർമുലയും നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. സർഫസ് ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി സിഗ്മ എന്നാണ്. ഏരിയ ഓഫ് ദി സർഫസ് അല്ലേ, സർഫസ് എസ്. ആൻഡ് യൂസിങ് പ്രൊജക്ഷൻ മെത്തേഡ് ഇറ്റ് ഈസ് double integral over the region R, which is the 1, 1 on 2 projection of the surfaces, mod del F divided by mod del F dot P dA. And using projection method it is double integral where u varies from A to B and B varies from C to D, modulus of RU cross RV, where RU is the partial derivative of R with respect to U, and RV is the partial derivative of R with respect to V, and R is the parametric vector function of the surfaces. ഇപ്പോൾ ഇവിടെ ഇത് വരയ്ക്കാനും പ്രൊജക്റ്റ് ചെയ്യാനും ഒന്നും അറിയണം എന്നില്ല. പാരാമീറ്ററൈസ് ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സർഫസ് ഇസ് എ പാർട്ട് ഓഫ് ദി സർഫസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ സർഫസ്. അതിൽ തന്നെ ബോട്ടം ഓഫ് ദി പരാബോളോയിഡ് കട്ട് ബൈ ദ പ്ലെയിൻ ഇസഡ് ഈക്വൽ ടു 4 എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസഡിന്റെ വാല്യൂ മാക്സിമം 4 വരെയാണ് പോകുന്നുള്ളൂ. മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇസഡ് വേരീസ് ഫ്രം 0 തുടങ്ങി 4 വരെയാണ് വേരി ചെയ്യണത് ഇസഡ്. ഓക്കെ, അപ്പോൾ ഇതിനെ പാരാമീറ്ററൈസ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കിവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ രണ്ട് വേരിയബിൾസിന്റെ ടേംസിന്റെ സ്ക്വയർ കാണുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം, ഇത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ പാരാമീറ്ററൈസ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അതല്ല, ഇസഡ് എന്നുള്ള ഇസഡ് കോർഡിനേറ്റിനെ എക്സിനെ വൈൻ്റെ ടേംസിൽ എഴുതിയിട്ടും പാരാമീറ്ററൈസ് ചെയ്യാം. എക്സ് കോർഡിനേറ്റ് ആയിട്ട് എക്സ് തന്നെ എടുക്കാം, വൈ കോർഡിനേറ്റ് ആയിട്ട് വൈ തന്നെ എടുക്കാം, ഇസഡ് കോർഡിനേറ്റ് ആയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എടുത്തിട്ടും ചെയ്യാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനത്തെ ഇക്വേഷൻസ് വരുമ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൺവേർട്ടിംഗ് ടു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ത് കിട്ടും? എങ്ങനെയാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത്? വി പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, y is equal to r sin theta, and z is equal to z. അപ്പോൾ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സർഫസിനെ ഞാൻ എസ് എന്ന് വിളിക്കുകയാണെങ്കിൽ, സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് വൈ സ്ക്വയർ ഇസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് ഇസഡ് ഈക്വൽ ടു 0. So if you take r square outside, we get r square into cos square theta plus sin square theta, which is 1. So we get r square into 1 minus z equal to 0. That is z is equal to r square. So you can write the variable z in terms of r, the parameter r. So ഒരു വേരിയബിൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതായത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ അവിടെയും 3 വേരിയബിൾസ് ഉണ്ടായിരുന്നു. ആർ എന്നുള്ളൊരു വേരിയബിൾ ഉണ്ടായിരുന്നു, തീറ്റ എന്നുള്ളൊരു പാരാമീറ്റർ ഉണ്ടായിരുന്നു അല്ലേ, അതൊരു വേരിയബിൾ, പിന്നെ ഇസഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വേരിയബിൾ. 3 വേരിയബിൾസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് 2 പാരാമീറ്റേഴ്സിന്റെ 2 വേരിയബിൾസിന്റെ ടേംസിലായിട്ട് സർഫസിനെ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന എന്താണ്, ഇസഡ് എന്നുള്ള ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ഈ സർഫസിൽ ഇസഡ് ഇസ് ആർ സ്ക്വയർ.
So we can write z in terms of the parameter r. So x is equal to r cos theta, y is equal to r sin theta. What is z? Z is r square. So two parameters in terms like parameters are r and theta. r ഉം തീറ്റയാണ് ഇപ്പോൾ ഉള്ള രണ്ട് പാരാമീറ്റേഴ്സ്. അങ്ങനെ എഴുതാം. ഇനി ഈ പാരാമീറ്റേഴ്സിന്റെ വേരിയേഷനും കൂടെ പറയണം. ആർ എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെയാണ് വേരി ചെയ്യണത്, തീറ്റ എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെയാണ് വേരി ചെയ്യണത്. പരാബോളോയിഡിന്റെ ഇസഡ് ആക്സിസ്, അതായത് ഇസഡ് ഈക്വൽ ടു 4 എന്നുള്ള പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇസഡ് 0 തുടങ്ങി 4 വരെയാണ് വേരി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇസഡ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണ്. സോ ഇസഡ് is equal to r square and it varies from 0 to 4. That means r varies from 0 to 2 because r is the radius of the cylindrical coordinate system. A point വരുന്ന സിലിണ്ടറിന്റെ റേഡിയസ് ആണ് r. അപ്പോൾ ആറിന് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, നെഗറ്റീവ് വാല്യൂസ് എടുക്കേണ്ട ആവശ്യമില്ല. സോ r square varies from 0 to 4 means r varies from 0 to 2. പിന്നെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തീറ്റ വേരീസ് ഫ്രം 0 to 2π തന്നെ വരണം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ തീറ്റ വേരീസ് ഫ്രം 0 to 2π. ഓക്കെ, കാരണം പരാബോളോയിഡിന്റെ മുകളിൽ ഭാഗം മാത്രം കട്ട് ചെയ്തതായിട്ടാണ് പറയുന്നത്. അപ്പോൾ പരാബോളോയിഡിന്റെ ഷേപ്പ് കംപ്ലീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീറ്റ 0 to 2π തന്നെ വേരി ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾക്ക് പാരാമീറ്ററൈസ് ചെയ്ത് കഴിഞ്ഞു. പാരാമെട്രിക് വെക്ടർ ഇക്വേഷൻ ഓഫ് ദി സർഫസ് എങ്ങനെ എഴുതാം? എസിന്റെ പാരാമെട്രിക് വെക്ടർ ഇക്വേഷൻ എസ് എന്ന് തന്നെ എഴുതാണെങ്കിൽ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ആറും തീറ്റയാണ് പാരാമീറ്റേഴ്സ്. അതിന്റെ എക്സ് കോർഡിനേറ്റ് ആർ, ഒരു പൊസിഷൻ വെക്ടർ ഓഫ് ആൻ ആർബിട്രറി പോയിന്റ് ഓൺ ദ സർഫസ് ആണ് നമ്മൾ പാരാമെട്രിക് വെക്ടർ ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നത്. സോ വാട്ട് ഈസ് ദി എക്സ് കോർഡിനേറ്റ് ഓഫ് ദി point xyz, arbitrary point xyz on the surface can be written as x is equal to r cos theta, y is equal to r sin theta, z equal to r square. So x coordinate is r cos theta, y coordinate r sin theta, and z coordinate is r square, where r varies from r varies from 0 to 2 and theta varies from 0 to 2π. ഇനി എന്തൊക്കെയാണ് ഫോർമുലയിൽ ഉള്ളതെന്ന് ഒന്ന് നോക്കാം കേട്ടോ. ഫോർമുല ഒന്ന് ആദ്യം എഴുതി വെക്കാം. ഏരിയ ഓഫ് ദ സർഫസസ്, സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സർഫസ് ഏരിയ ഓഫ് എസ് ഈക്വൽസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി സിഗ്മ യൂസിങ് പാരാമെട്രൈസേഷൻ അല്ലെങ്കിൽ പാരാമെട്രൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ വാട്ട് ഈസ് ദ ഫോർമുല? ഡബിൾ ഇന്റഗ്രൽ മോഡുലസ് ഓഫ് ആർ യു ക്രോസ് ആർ വി ഡി യു ഡി വി അല്ലെ. ഇവിടുത്തെ ആർ എന്നല്ല നമ്മൾ എഴുതിയിരിക്കുന്നത് എസ് എന്നാണ് സർഫസിന്റെ റെപ്രസെന്റേഷൻ കൊടുത്തത്. പാരാമീറ്റേഴ്സ് ആയിട്ടാണ് ആർ ഓഫ് യു വി എന്നുള്ളതിന് പകരം ഇവിടെ എസ് ഓഫ് ആർ തീറ്റ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്ത് പറയാം. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ആർ യു എന്നുള്ളതിന് പകരം ഇവിടെ എസിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ യു ക്രോസ് ആർ വി, എസിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു അടുത്ത പാരാമീറ്റർ ഏതാണ്? തീറ്റ. അപ്പൊ എസ് ആർ ക്രോസ് എസ് തീറ്റ ഡി ആർ ഡി തീറ്റ. സോ ദിസ് ഈസ് ദ ഫോർമുല where r varies from 0 to 2 and theta varies from 0 to 2π. So this is the formula. Surface area is double integral modulus of SR cross S theta dr d theta. അപ്പോൾ ഇനി നമുക്ക് ഈ എസ് ആർ എസ് തീറ്റ ഒക്കെ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഞാനിത് ഇതിവിടെ തന്നെ എഴുതിയാലും കുഴപ്പമില്ല, സാധാരണ തന്നെ എഴുതട്ടെ. സോ എസ് എസ് ഹിയർ. എസിന്റെ ഡെറിവേറ്റീവ് പറയാവോ? എസിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ, ഡോ എസ് ബൈ ഡോ ആറിനെയാണ് എസ് ആർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്കി ഡെറിവേറ്റീവ് പറയാം. എസ് ആർ ഡോ എസ് ബൈ ഡോ ആർ എന്താണ്? ഇഫ് യു ഡിഫറൻഷിയേറ്റ് എസ് വിത്ത് റെസ്പെക്ട് ടു ആർ യു വിൽ ഗെറ്റ് ആർ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ, ആർ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ സൈൻ തീറ്റ, ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2r. What is the derivative of s with respect to theta? Dou s by dou theta. R cos theta derivative minus r sin theta.
r sin theta derivative r cos theta. R square derivative with respect to theta is 0. Now we have to find modulus of SR cross S theta. So first we find SR cross S theta. രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് ഡിറ്റർമിനന്റ് ijk cos theta sin theta 2r minus r sin theta r cos theta 0. So this is I times 0 minus 2r square cos theta minus j times 0 minus minus plus 2r square sin theta plus സാധാരണ നമ്മൾ ഇങ്ങനെ എഴുതാറില്ല അല്ലേ ഐ ഇപ്പുറത്തല്ലേ എഴുതുള്ളൂ അങ്ങനെ തന്നെ എഴുതാം ഇവിടെ ഐ മൈനസ് ജെ കോമ്പോണൻറ്റ് പ്ലസ് കെ കോമ്പോണൻറ്റ് എന്താ വരിക ആർ cos square theta minus minus plus r sin square theta okay ഈ cos square theta plus sin square theta 1 ആണ് അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ റീറൈറ്റ് ചെയ്യാം minus 2r square cos theta I minus 2r square sin theta j plus r into cos square theta plus sin square theta is 1 so rk. So this is the cross product of SR and S theta. Now we have to find the modulus of this cross product. Modulus of SR cross S theta. Now modulus of SR cross S theta is modulus of a vector. So it is square root of the sum of the squares of the components. Now minus 2r square cos theta square 4r raised to 4 cos square theta plus അടുത്ത j component square 4r raised to 4 sin square theta plus z k component at r square. Okay, cos square theta plus sin square theta is 1. So again you get 4r raised to 4 into cos square theta plus sin square theta plus r square. Okay, വേണമെങ്കിൽ നമുക്ക് r square പുറത്തേക്ക് എടുക്കാം r square into 4r square plus 1 അല്ലേ so this is r into root of 4r square plus 1 this is the modulus of SR cross S theta. ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയിലേക്ക് പോവാം സർഫസ് ഏരിയ ഓഫ് ദി സർഫസസ് is മുകളിൽ എഴുതിയിട്ടുണ്ട് double integral over s d sigma which is equal to double integral modulus of SR cross S theta dr d theta where r varies from 0 to 2 and theta varies from 0 to 2 pi. So this is equal to integral theta varies from 0 to 2 pi, r varies from 0 to 2. What is modulus of SR cross S theta? r into root of 4r square plus 1 dr d theta. Now since the variables are limits of integration constants ആയതുകൊണ്ട് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് തീറ്റ കൊണ്ട് തന്നെ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് integral r varies from 0 to r into root of 4r square plus 1 integral theta varies from 0 to 2 pi d theta ചെയ്യാം അത് 2 pi എന്ന് വരും integral r varies from 0 to 2 r root of 4r square plus 1 theta within the limit 0 to 2 pi dr. So that is 2 pi minus 0 2 pi take it outside r varies from 0 to 2 r into root of 4r square plus 1 dr. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ വന്ന സെയിം ഇൻ്റഗ്രൻ്റ് ഒക്കെ തന്നെയാണ് ഒരു ഇൻ്റഗ്രൻ്റിൽ ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയാൽ അറിയാം സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ടേം ഒരു ക്വാഡ്രാറ്റിക് ടേം അതിൻ്റെ ഡെറിവേറ്റീവ് വരുന്ന ലീനിയർ ആയിട്ടുള്ള ടേം
r എന്നുള്ള ടേം പുറത്ത് ഇൻ്റഗ്രൻറ്റിൻ്റെ പാർട്ടായിട്ടുണ്ടല്ലേ. സോ വി ക്യാൻ പുട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് u is equal to 4r² plus 1 എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കഴിഞ്ഞ ദിവസം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒരു ടൈപ്പ് പറഞ്ഞതാണ്. ഇഫ് യു ഹാവ് എ ഫംഗ്ഷൻ g and its derivative both in the denominator, you can put u is equal to g of x, so that du എന്നുള്ളത് g dash x dx ആയിട്ട് വരും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ will be converted to in terms of u ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെയും അതേ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് u is equal to 4r² plus 1 എന്ന് കൊടുത്ത് what is du 8r dr or r dr എന്ന് പറയുന്നതിന് പകരം you can write du by 8. So this is 2 pi into integral root of 4r² plus 1 r dr. R varies from 0 to 2. So if you put 4r² plus 1 is equal to u, this is root of u, r dr is du by 8, and u in the variation എന്താണ്? R varies from 0 to 2. What is u? u is 4r² plus 1. So it varies from 4 into 0 square plus 1 to 4 into 2 square plus 1. 4 into 2 square is 16 plus 1 17. So u varies from 1 to 17. So we can take this 8 outside. So 2 pi by 8 integral 1 to 17 root u. Root u is u raised to 1 by 2 du. So what is the integral? Pi by 4 u raised to 3 by 2 divided by 3 by 2 within the limits 1 to 17. So we will get pi by 4 into 2 by 3 into u raised to 3 by 2 within the limits 1 to 17, 17 raised to 3 by 2 minus 1 raised to 3 by 2. That is pi by 6 into 17 root 17. 17 raised to 3 by 2 എന്ന് പറഞ്ഞാൽ 17ന്റെ സ്ക്വയർ റൂട്ടിൻ്റെ ക്യൂബാണ്. സോ 17 റൂട്ട് 17 എന്ന് എഴുതാം അല്ലേ. സോ 17 റൂട്ട് 17 മൈനസ് 1. ഇത് തന്നെയായിരുന്നു നമ്മൾ പ്രൊജക്ഷൻ മെത്തേഡ് വെച്ച് ചെയ്തപ്പോഴും കിട്ടിയ ആൻസർ. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് മെത്തേഡ് എളുപ്പമായിട്ട് തോന്നണേ എന്ന് വെച്ചാൽ അത് ആ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. പക്ഷെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് രണ്ട് മെത്തേഡിലും സെയിം ഇൻ്റഗ്രൽ തന്നെയാണ് വന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം ചെയ്തപ്പോഴും ഇതേ സെയിം ഇൻ്റഗ്രൻ്റ് തന്നെയാണ് വന്നത്.